അസ്സലാമലൈക്കും. അൻഷൂസ് ബഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളെ പെരയിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞല്ലോ നമ്മളെ തറവാട്ടിൽ മൗലൂദ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഞാനപ്പോൾ എൻ്റെ പെരയ്ക്ക് പോന്നിക്കണേ. അപ്പോൾ നല്ല മഴ ചെയ്യുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ തറവാട്ടിലേക്ക് പോകാനും വേണ്ടി ഒരുങ്ങി നിൽക്കുകയാണ്. ഞങ്ങൾ നടന്നാണ് പോകാല്. പക്ഷേ ഉണ്ടല്ലോ അന്ന് നല്ല മഴയാണ്. ആകെ ഒരു കൊടയുണ്ട്. അപ്പോൾ ഞങ്ങൾ 2-3 ആൾക്കാരും ഉണ്ട്. അപ്പോൾ ഒരു കൊടയിൽ ഇപ്പോൾ ഏതായാലും കൊള്ളൂലല്ലോ. അപ്പോൾ അങ്ങനെ നമ്മളെ സാധനം ഓട്ടോറിക്ഷ വിളിച്ചാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഓട്ടോറിക്ഷയൊക്കെ വന്ന് അപ്പോൾ ഞങ്ങൾ ഓട്ടോറിക്ഷയിലൊക്കെ കയറി ഞങ്ങൾ പോവുകയാണ് കേട്ടോ. തറവാട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ വൈകുന്നേരമാണ് കേട്ടോ പരിപാടി. അപ്പോൾ ഇതാക്കണേ തറവാട്ടിലെത്തിക്കണേ. അപ്പോൾ അങ്ങനെ മക്കളും മരുക്കളും പേരക്കുട്ടികളും ഒക്കെ ഉണ്ട്. കുട്ടികളും എല്ലാവരും പാടെ കൂടിയിട്ടാണ് കേട്ടോ നമ്മൾ മൗലൂദ് അയച്ചിട്ടുള്ളത്. പിന്നെ ഉസ്താദുമാരുണ്ടായിന്. അപ്പം അങ്ങനെ നമ്മൾ തറവാട്ടിക്ക് ചെന്നപ്പം അങ്ങനെ ഓലൊക്കെ ഓരോരോ പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ അതാക്കണ നമ്മളെ വലിയ അമ്മായി ബിരിയാണിക്കില്ലേ ഉള്ളിയൊക്കെ പൊരിച്ച് കോരിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചെന്നപ്പോത്തിന് എല്ലാ പണികളും കഴിഞ്ഞിരിക്കണം കേട്ടോ. ഉള്ളി തോരൊഴിച്ചലും പിന്നെ മസാല കൂട്ടലും ഒക്കെ കഴിഞ്ഞിരിക്കണ്. പിന്നെ നമ്മൾ ചെന്നപ്പോഴൊക്കെ കഴിഞ്ഞിരിക്കണം. അപ്പോൾ ഇതാക്കണ നമ്മളെ 2 അമ്മായികളാണ് നമുക്കുള്ളത്. ചെറിയ അമ്മായി പായസം വെച്ചിക്കണ്. അപ്പോൾ അതൊന്ന് നോക്കടി പറഞ്ഞാണ്ട് ഇളക്കി കാണിച്ചു തരാണ് കേട്ടോ. അപ്പോൾ പായസമൊക്കെ നല്ല അടിപൊളി പായസമാണ്. മധുരം ഉണ്ടാക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ നല്ല മധുരമുണ്ട്, നല്ല രസമുണ്ട് കേട്ടോ പായസം. പിന്നെ ഇറച്ചി ഉണ്ടായിനി അടുപ്പത്ത്. അപ്പോൾ നമ്മൾ ചെന്നപ്പോൾ തന്നെ എല്ലാ പണിയും കഴിഞ്ഞിരിക്കണം. ഇനിയിപ്പോൾ നമ്മൾ ചെന്നിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഒരുപാട് ആൾക്കാരുണ്ട്. നമുക്ക് കുറേ കുഞ്ഞാന്മാരുണ്ട് കേട്ടോ. അപ്പോൾ ഓരൊക്കെ പാടെ കൂടി ആണിപ്പോൾ അത് വെച്ചിക്കുന്നത്. എല്ലാവരും പാടെ ഉണ്ടാക്കുന്നത്. പിന്നെ അങ്ങനെ ഇറച്ചിയൊക്കെ നമ്മൾ ഒന്ന് ഇളക്കി നോക്കിയതാണ് കേട്ടോ. പിന്നെ നമ്മളെന്തെങ്കിലുമൊക്കെ ഇതാക്കണ്ടേ. പിന്നെ ചോറ് വെക്കണത് ഇപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതാക്കണ മസാലയൊക്കെ കൂട്ടി വെച്ചേക്കണ്. നമ്മളെ ബിരിയാണി ചെമ്പിലിട്ട് വെച്ചേക്കണ് കേട്ടോ. കോഴി കൊണ്ട് ബിരിയാണിയാണ് വെക്കണത്. അപ്പോൾ മസാലയൊക്കെ ഇതാക്കണ് കൂട്ടി വെച്ചേക്കണ്. ചോറ്റിനില്ല വെള്ളം വെച്ചിക്കണ്. അപ്പോൾ ചോറ്റിൻ്റെ വെള്ളമൊക്കെ പിന്നെ തിളച്ച് വരട്ടെ. അപ്പോത്തിന് ഇതാക്കണ് നമ്മളെ വേറൊരു കുഞ്ഞാമ കരിവേപ്പിൻ്റെയിലൊക്കെ ഒന്ന് കേക്ക് എടുക്കുന്നുണ്ട്. പിന്നെ അണ്ടി മുന്തിരിയും ഒന്ന് വറുത്ത് കോരുന്നുണ്ട് നമ്മളെ ബിരിയാണിക്കില്ല കേട്ടോ. അപ്പം ഞാൻ ഒരു പണിക്കും നിൽക്കണമൊന്നുമില്ല. ഞാനിങ്ങനെ ക്യാമറമാനായിട്ട് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് കുഞ്ഞാമാർ പറഞ്ഞും ചെയ്തു കേട്ടോ. മാക്കിപ്പോൾ ഒരു പണിയും എടുക്കണ്ട, ക്യാമറയും കൊണ്ട് നടന്നാൽ മതിയാണ്. അങ്ങനെ നമ്മളെ 3ാമത്തെ കുഞ്ഞാമതാക്കണം അരിയൊക്കെ കേക്ക് ഇട്ടു കേട്ടോ. അപ്പം ഇനി നല്ലോണം ഞാനൊന്ന് ഇളക്കി കൊടുത്താണ് കേട്ടോ. നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് എടുത്തു നോക്കണ്ടേ. അങ്ങനെ ഞാനൊന്ന് അരിയൊക്കെ ഒന്ന് ഇളക്കി നോക്കി. അപ്പം അങ്ങനെ ഉപ്പുണ്ടൊക്കെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇറച്ചിത്തെ വെള്ളമൊക്കെ വറ്റിയപ്പോൾ ഇതാക്കണേ നമ്മളെ വലിയ അമ്മായി കരിവേപ്പും പിന്നെ പച്ചമുളകും ഒക്കെ തൂമിച്ച് പാർന്നിക്കണം കേട്ടോ. നമ്മളിറച്ചിക്ക് ഇറച്ചിയും ബിരിയാണിയും ഒക്കെ നല്ല അടിപൊളി തന്നെയാണ് കേട്ടോ. അപ്പം നമ്മൾ ചോറൊക്കെ ഒന്ന് വെന്തുക്കണോന്ന് ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ ചോറ് വെന്തുക്കണം കേട്ടോ. ഇനി നമുക്കതൊന്ന് ഊറ്റിയിടണം. അപ്പം ഇനി ചോറും കൂടി ഊറ്റിയിടണം കേട്ടോ. അപ്പോൾ വീഡിയോ കാണുന്ന ഇടയ്ക്ക് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നമ്മളെ വീഡിയോ സ്ഥിരം കാണുന്നവർ ലൈക്ക് ചെയ്യാനേ മറക്കരുത് കേട്ടോ. അപ്പം നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പം വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും കമൻ്റ് ഇട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഞാൻ പിന്നെ എന്തോ പറയാൻ വിചാരിച്ചു. പിന്നെ അതാക്കണേ നമ്മൾ ചോറൊക്കെ ഊറ്റി നമ്മളെ ചെറിയ കുഞ്ഞാമുണ്ടല്ലോ ഇതൊക്കെ ഇട്ടുക്കണം കേട്ടോ. മരുന്നൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ ഉള്ളി പൊരിച്ചീന് ഓയിലുണ്ടല്ലോ അതുകൂടി ഒന്ന് പാർന്നെടുത്തു. പിന്നെ കുറച്ച് മല്ലിച്ചപ്പും കൂടി ഉണ്ട് ഇട്ട് കൊടുത്തേക്കണം കേട്ടോ. അങ്ങനെ ബിരിയാണി സെറ്റായിക്കണം കേട്ടോ. പിന്നെ കുറച്ചും കൂടി ബിരിയാണി മരുന്നുണ്ട് വിതറിയിക്കണം കേട്ടോ ഇപ്പം. അപ്പം പിന്നെ ഇനി നമ്മൾ ചോറ്റിൻ്റെ ബിരിയാണി ചെമ്പ് ഇതാക്കണേ അങ്ങോട്ട് അടുപ്പത്തേക്ക് വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമുക്ക് 4-5 കുഞ്ഞാന്മാരുണ്ടായതുകൊണ്ടേ വലിയ കുഞ്ഞാമ, 2ാമത്തെ കുഞ്ഞാമ, 3ാമത്തെ കുഞ്ഞാമ എന്നൊക്കെ അങ്ങനെ പറയണം കേട്ടോ. അങ്ങനെ ചോറൊക്കെ ഇതാക്കണത് ദമ്മിട്ട് കണ്ട് തിരിച്ചൊക്കെ ഒന്ന് കത്തിച്ച് കൊടുക്കണുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ചോറൊക്കെ സെറ്റായി വന്നിക്കണേ.
പിന്നെ നമ്മൾ അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമ്മളെന്താട്ടി നമ്മളെ അയലോക്കത്തുണ്ടല്ലോ തറവാട്ട് പേരൻ്റെ അടുത്ത് ഒരു സുഖമില്ലാത്തൊരു ഉമ്മ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അതിനൊക്കെ ഒന്ന് കാണാൻ വേണ്ടി പോയിനി കേട്ടോ. അപ്പോൾ കുറേ അയക്കണം കേട്ടോ. അതിലേക്ക് ഒന്ന് പോയിട്ട് നമ്മളിങ്ങനെ പെരേക്ക് വിരുന്നെല്ലും ഒരു ദിവസത്തിനോ 2 ദിവസത്തിനൊക്കെ അല്ലേ നമ്മൾ ചെല്ലുള്ളൂ. അപ്പോൾ അവിടെ ഇങ്ങനെ നമ്മളെ പെരയിൽ തന്നെ നിൽക്കും. പിന്നെ വല്യമാനെ ഒന്ന് കാണാൻ വരും. കണ്ട് അങ്ങനെയാണ് പോവുകയും ചെയ്യും. അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ഏതായാലും കുറച്ച് സമയമുണ്ടല്ലോ, അങ്ങനെ നമ്മളൊന്ന് അയലോകത്ത് കൂടിയൊക്കെ ഒന്ന് പോയി എല്ലാവരും കണ്ടു പോകുന്നത് നല്ല സന്തോഷമായിട്ടോ. ഓർക്കും സന്തോഷം, ഞമ്മക്കും സന്തോഷം. കാരണം നമ്മൾ അവിടെ പെറ്റ് വളർന്നതല്ലേ. അപ്പോൾ ഓലൊക്കെ കാണുമ്പോൾ നമ്മളെ കണ്ടപ്പോഴും ഓർക്കൊക്കെ ഭയങ്കര സന്തോഷം കേട്ടോ. ഓലൊക്കെ കുറേ ആയല്ലോ കണ്ടിട്ട്, ഇതിലെ വരവില്ലേ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ ചോദിച്ച്. അപ്പോൾ ഞങ്ങൾ സ്കൂൾ മദ്രസൊക്കെ അല്ലേ, ഒരു ദിവസം 2 ദിവസത്തിനൊക്കെ വരും. അങ്ങനെ വന്ന് പോവും ചെയ്യും. വലിയമാനൊന്ന് കാണാൻ വരും. അങ്ങനെയാണ് പോവും ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഏതായാലും വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മൾ മഗ്‌രിബിന് ബാങ്ക് കൊടുത്തിക്കണം കേട്ടോ. എല്ലാ പെരയും കൂടിയും കയറി ഇറങ്ങിയാണ്ട് പിന്നെ നമ്മൾ മൗലൂദൊക്കെ ചെല്ലാല്ലേ ബ്ലാങ്കറ്റും കാര്യങ്ങളൊക്കെ വിരിച്ചിട്ടിക്കണം കേട്ടോ. അപ്പോൾ കുട്ടികളെല്ലാവരും പാടെ ഒത്തൊരുമിച്ച് കൂടിയപ്പം ഒരു കുട്ടികൾക്ക് ലോട്ടറി അടിച്ച മാതിരി കേട്ടോ. നല്ല രസമാണല്ലോ. കുട്ടികൾക്ക് മാത്രമൊന്നുമല്ല, നമുക്ക് എല്ലാവർക്കും തറവാട്ടിൽ എല്ലാവരും പാടെ അങ്ങോട്ട് ഒത്തുകൂടുമ്പം അതൊരു രസം തന്നെയാണ് കേട്ടോ. അത് വല്ലാത്തൊരു രസം തന്നെയാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു രസമാണ് കേട്ടോ. കളിയും ചിറിയും വർത്താനും ഒക്കെ ആയിട്ട് അങ്ങനെ പോകും നമ്മൾ. അത് കുറേ ആൾക്കാരുണ്ടാവുമ്പോൾ നല്ല രസമാണ് കേട്ടോ. എന്നാൽ തന്നെ ഇപ്പം ഇതിൽ കൂടാത്തവരും ഉണ്ട് കേട്ടോ. നമ്മളെ 3ാമത്തെ കുഞ്ഞാമല്ല, പിന്നെ വലിയ അമ്മായിൻ്റെ ഒരു കുട്ടിയില്ല, എന്നെളാപ്പാരില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. എല്ലാവരും പാടെ കൂടുമ്പം നല്ല രസമാണ്. എന്താ പറയുക, ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെ തന്നെ ഒരുപാട് ആൾക്കാരുണ്ടാകുമ്പോൾ തന്നെ നല്ല രസമാണല്ലോ. അപ്പം അങ്ങനെ നമ്മൾ മൗലൂദൊക്കെ അങ്ങനെ ചെല്ലുകയാണ് കേട്ടോ. അപ്പം അങ്ങനെ എല്ലാവരും പാടെ ഇരിക്കണുണ്ട്. ആണുങ്ങളൊക്കെ ആ ബ്ലാങ്കറ്റിലും പിന്നെ ഞങ്ങൾ പെണ്ണുങ്ങളൊക്കെ റൂമിലും അങ്ങനെയൊക്കെ ഇരുന്ന് കൊണ്ടാണ് കേട്ടോ മൗലൂദ് ചെല്ലണത്. പിന്നെ ഇന്നിപ്പം എന്താ പറയുക, അങ്ങനെയാണ് നമ്മൾ തറവാട്ടിൽ ഒരു ദിവസം അങ്ങനെ ഒത്തുകൂടിയിരിക്കണം കേട്ടോ. അപ്പം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിപാടികളൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ നമ്മളെ വിളിച്ചും. അപ്പം നമ്മളിങ്ങനെ ചെല്ലും ചെയ്യും. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അതൊരു പ്രത്യേക രസം തന്നെയാണ്. എല്ലാവരും പാടെ കൂടിയും ഒക്കെ കളിയും ചിറിയും വർത്താനവും ഒക്കെ ആകുമ്പം അതൊരു രസം തന്നെയാണ് കേട്ടോ. അങ്ങനെ ഇതാക്കണ് മൗലൂദൊക്കെ ചൊല്ലിക്കഴിഞ്ഞ് നമ്മൾ ചോറ്റും ചെമ്പ് പൊട്ടിച്ചാണ് കേട്ടോ. അപ്പം ചോറ്റും ചെമ്പാണ് പൊട്ടിച്ചെമ്പുണ്ടല്ലോ, എന്താ അതിൻ്റെ ഒരു മണം എന്നറിയോ ബിരിയാണീൻ്റെ. പിന്നെ ചോറൊക്കെ ഇതാക്കണ് നമ്മളിപ്പം ഇങ്ങനെ കോരി ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാക്കണ് ഇനി കുറച്ച് അണ്ടി മുന്തിരിയൊക്കെ അപ്പം ഇട്ടിട്ടില്ല ഇനി കേട്ടോ. നമ്മൾ ആ ചോറ് ദമ്മിട്ടപ്പം ഇട്ടിട്ടില്ല ഇനി. അപ്പോൾ പിന്നെയാണ് ഇട്ടത്. പിന്നെ കുറച്ച് നെയ്യ് പാർന്ന് കൊടുത്തു. പിന്നെ കുറച്ചും കൂടി ആ എണ്ണ ബാക്കിയുണ്ടേനി, അതൊക്കെ പാർന്ന് കൊടുത്തേക്കണം കേട്ടോ. ഏതായാലും നമ്മളെ ബിരിയാണിയും ഇറച്ചിയും ഒക്കെ നല്ല അടിപൊളി തന്നെയാണ് കേട്ടോ. ആദ്യമൊക്കെ വെള്ള ചോറാണെങ്കിൽ ഇപ്പം ഇങ്ങനെ മഞ്ഞ കളറായിട്ട് വന്നതാണ് കേട്ടോ ചോറ്. പിന്നെ അതാക്കണേ നമ്മളെ ഇറച്ചി ഉണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് വന്നിക്കണ്. പിന്നെ നമ്മളെ ആങ്ങളക്കുട്ടിയാക്കണം കേട്ടോ, നല്ല ഉഷാറായിട്ട് ഇളക്കണുണ്ട്. പിന്നെ ചോറൊക്കെ കൊണ്ടുപോയി വെക്കുകയാണ് കേട്ടോ, ടേബിളിന്മേൽ കൊണ്ടുപോയി വെക്കുകയാണ്. അപ്പം അങ്ങനെ ചോറ് വിളമ്പി ഇറച്ചിയാക്കണേ നല്ല അടിപൊളിയാണ് കേട്ടോ. പിന്നെ തൈരുണ്ട്, അച്ചാറുണ്ട്, നാരങ്ങ അച്ചാറാണ് കേട്ടോ. അപ്പം അങ്ങനെ 2-3 ടേബിളുണ്ടായിന് കേട്ടോ. അപ്പോൾ ഒരു ടേബിളുമ്പോൾ കുട്ടികളെ ഇരുത്തി മറ്റോടത്ത് ആണുങ്ങളും ഇരുന്നു കേട്ടോ ആ സൈഡിൽ. അപ്പോൾ ഞാൻ പുറത്തിറങ്ങി, ഉസ്താമാരൊക്കെ ഉണ്ടായതുകൊണ്ട് പുറത്തിറങ്ങി എടുത്തിട്ടില്ല കേട്ടോ. അങ്ങനെ മക്കളൊക്കെ ചോറ് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളും ചോറ് കഴിച്ചാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ ഇന്നത്തെ വീഡിയോ, തറവാട്ടിലെ മൗലൂദ്. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിക്കണമെന്നൊന്നും ഇപ്പം ഞമ്മക്കറിയില്ല. പിന്നെ ചോറ് തിന്ന് കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ പായസം കൊടുത്തത്. അല്ലെങ്കിൽ പായസം മുന്നേ തന്നെ കൊടുത്താൽ എന്താണെന്നറിയാം, ചോറ് ആരും തിന്നൂല. പായസമാണ് കുടിച്ച് പള്ളറിയാലോ. പായസം തന്നെ ഒരു തുള്ളി കുടിച്ചാൽ തന്നെ പള്ളറിഞ്ഞ മാതിരിയാണ്. അപ്പോൾ ചോറ് തിന്നിട്ടാവുമ്പോൾ എന്തെങ്കിലും ഒരു മധുരം കൊടുക്കും ചേച്ചാ. അങ്ങനെയാണ് നമ്മൾ ടേബിൾ മേക്കില്ലേ പായസമാണ് കേട്ടോ കൊടുത്തത്. അപ്പോൾ പിന്നെ ഞമ്മക്കത് കണ്ടപ്പം വല്ലാത്തൊരു നോണം. അപ്പോൾ ഞങ്ങൾ എന്താട്ടി ഒരു ഗ്ലാസ് പായസം
ഞങ്ങളും അങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ കുടിച്ചാണ് കേട്ടോ, സാമ്പിൾ നോക്കാമെന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ അങ്ങനെ പായസമൊക്കെ നമ്മളും കുടിച്ച് ഇനി നമ്മൾ ചോറ് കഴിച്ചാൽ വേണ്ടി നമ്മൾ ഇരുന്നിക്കണം കേട്ടോ. അപ്പം അങ്ങനെ ചോറൊക്കെ വേവിച്ച്